ആണ്ടവരുടെ നാമം മഹത്വപ്പെടുവാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്ത ദിവസം നമുക്ക് നൽകിയിരിക്കുകയും ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ കർത്ത ദിവസത്തിൽ നമുക്ക് ആണ്ടവരെ മഹിമപ്പെടുത്താം. നമുക്ക് അവനെ സ്തുതിച്ചിടാം, അവനെ നമുക്ക് പൂഴ്ത്തിടാം, അവനെ നമുക്ക് വാഴ്ത്തിടാം. ഇന്ന് ഞാൻ 56-ാം എപ്പിസോഡിലാണ് ഞാൻ പോകുന്നത്. നമുക്ക് എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം മുതൽ നമുക്ക് വാസിച്ചിടാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം മുതൽ നമുക്ക് വാസിച്ചിടാം. ഇங்கே നമ്മൾ பார்ക്കുന്നത് നമ്മൾ നേരത്തെ നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ 2 പേരെ பார்த்தாச்சு. ഒന്ന് മക്കളെ പറ്റി 3 പേരെ பார்த்தாச்சு. ഒന്ന് മക്കളെ പറ്റി നമ്മൾ കേട്ടാச்சு. ഒന്ന് പിന്നെ നമ്മൾ അപ്പനെ അമ്മയെ പറ്റി കേട്ടാச்சு. അതാണ് 2 കാര്യം നമ്മൾ കേട്ടത്. എന്നാൽ ഇപ്പം ഇന്ന് ഈ 5-ാം വാക്യത്തിൽ നമ്മൾ ഒരു മൂന്നാമത്തെ ആളിനെ பார்க்குது. എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ദാസന്മാരെ ജഡപ്രകാരം യജമാനായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പ്. ഇங்கே சொல்லுது അടിമയെ പറ്റി താൻ കേൾക്കുന്നത്. അടിമ അല്ലെങ്കിൽ ദാസൻ അല്ലെങ്കിൽ വേലക്കാരൻ അവരെ പറ്റി சொல்லுது. இங்கே அந்த காலத்தில் வேலைக்கார் கம்மித்தான், அடிமை ஜாஸ்தி தான். அடிமையோட சொல்லுന്ന കാര്യം ദാസന്മാരെ சொல்ல അടിമയെ நீ என்ன பண்ணணும் அவரோட பேசின காரியம் தான் இங்கே சொல்லியிருக்கே. இங்கே യജമാനോട് പേശുന്നത് നമുക്ക് പിന്നീട് വാസിച്ചിടാം. ഇங்கே നമ്മൾ பார்ക്കുന്നത് അടിമകളെ അല്ലെങ്കിൽ ദാസന്മാരെ ജഡപ്രകാരം യജമാനായവരെ, അതായത് ജഡത്തിൽ യജമാനൻ ആയവർ, അതായത് നിന്റെ ജഡത്തിൽ നിന്നെ പോലെ ആയിരിക്കുന്ന മനുഷ്യർ, അതായത് നിന്റെ യജമാനൻ നിന്നെ വിലയ്ക്ക് വാങ്ങി നിന്നെ കൂടെ വെച്ച് നിന്നെ പാക്കുന്ന യജമാനൻ, അല്ലെങ്കിൽ അവർ നിന്നെ കൊണ്ട് വേല പണിക്കുന്ന ആ യജമാനൻ, അല്ലെങ്കിൽ നിന്നെ ദാസനെ പോലെ വെച്ചിരിക്കുന്ന ആ യജമാനൻ, അവർക്ക് നീ എപ്പടി വേണം നീ അവരോട് പേശുന്നത്, നീ എപ്പടി വേണം നീ അവരോട് നമ്മൾ കാര്യങ്ങൾ പണ്ണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ വേണം നമുക്ക് അവരെ ബഹുമാനിക്കേണ്ടത് എന്ന് ഇங்கே എഴുതി വെച്ചിരിക്കുക. ഇത് അപ്പോസ്തലനായ പൗലോസ് ഇங்கே എഴുതി വെച്ചിരിക്കുക. അത് സ്പെഷ്യലായിട്ട് ആർക്ക് എഴുതി വെച്ചിരിക്കുന്ന ദാസന്മാർക്ക്. ജഡപ്രകാര യജമാനൻ എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യരായിരിക്കുന്ന മനുഷ്യർ. നമ്മളും ജഡപ്രകാരം മനുഷ്യൻ താൻ, അവരും ജഡപ്രകാരമായ ദാസർ താൻ, അല്ലെങ്കിൽ നമ്മളും ദാസർ, അല്ലെങ്കിൽ അവരും 2 പേർ സെയിം. പക്ഷേ കണ്ടീഷൻ മാറിയാച്ച്. ഒന്ന് 2 കേസ് താൻ. ഒന്ന് ഹൈ ആ ക്വാളിറ്റി, അല്ലെങ്കിൽ ഹൈ പെരിയ മനുഷ്യരും അല്ലെങ്കിൽ ചിന്ന മനുഷ്യരും, അല്ലെങ്കിൽ അവരെ ഒന്ന് യജമാനൻ, 2 ദാസർ എന്ന 2 പേരെ പറ്റി എനിക്ക് ചൊല്ലിയിരിക്കുക. യജമാനൻ അവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ നീ എന്നാ പണണം? നീ ഇത് വിശ്വാസിയായ ദാസന്മാരോട് താൻ പേശുന്നത്. ആരോട്? വിശ്വാസിയായ ദാസന്മാരോട്, അതായത് ആണ്ടവരെ സ്വീകരിച്ച, അല്ലെങ്കിൽ ആണ്ടവർക്ക് ഒപ്പുവെച്ചവർ, അല്ലെങ്കിൽ ആണ്ടവർക്ക് ആണ്ടവരോട് നീ ഒരു റിലേഷൻ കീപ്പപ്പ് പണിയാച്ച, അല്ലെങ്കിൽ ഒരു സംബന്ധം പണിയാച്ച, നീ ആണ്ടവരുടെ ദാസനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആണ്ടവരുടെ നീ മകനായിരിക്കുമ്പോൾ, നിന്റെ ആണ്ടവരുമായിട്ടുള്ള റിലേഷൻ നിനക്ക് പെരിയതായിരിക്കാം. ആ റിലേഷൻ അത് അപ്പടിയല്ല നീ അത് വിചാരിക്കേണ്ടത്. അവരും യജമാനന്മാരും അതേപോലെ ആയിരിക്കാം. അവർ ആണ്ടവരെ നേസിക്കുന്നവർ, അല്ലെങ്കിൽ അവരെ വിചാരിക്കുന്നവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. പക്ഷെ ഏത് കൂട്ടരായാലും ഏത് ആൾക്കാരായാലും അവരോട് നമ്മൾ എപ്പടി നമ്മൾ പെരുമാറണമെന്ന് சொல்ல നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ പോലെ, അതായത് ആണ്ടവരായ യേശുക്രിസ്തു, അതായത് നിന്നെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ നിനക്ക് ജീവൻ തന്ന യേശുക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ നിനക്ക് പാപത്തിൽ നിന്നും മോചിച്ച യേശുക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ നരകത്തിൽ നിന്നും വീണ്ടെടുത്ത യേശുക്രിസ്തുവിനെ പോലെ നീ ആയിരണം. അത് എപ്പടി ആയിരണം? അവർക്ക് നീ എന്നാ ചെയ്യണം?
அவரோட ஹிருதயத்தில் ஏகாகிரதையோட என்ன சொல்லுது, ஏகாகிரதையோட பயத்தோடும் விரையிலோடும் கூட അനുസരിപ്പ്. അവരുടെ ഹൃദയത്തിൽ അതായത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏകാഗ്രത ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആണ്ടവരോടുള്ള സ്നേഹമില്ലെങ്കിൽ നമുക്കത് മുടിയാതെ. അന്നേരം എങ്കിൽ ആണ്ടവർ சொல்லுது, നീ ഏകാഗ്രതയോടെ അല്ലെങ്കിൽ ഒരേ കോൺസെൻട്രേറ്റോടെ നിനക്ക് അത് നീ ക്രിസ്തുവിനെ പണ്ണുന്ന മാതിരി നീ പണിടുക. അതായത് ക്രിസ്തു നിന്റെ ആണ്ടവർ നിന്നെ രക്ഷിച്ച ആ ആണ്ടവരോട് പണ്ണുന്ന രീതിയിൽ നമ്മളോട് പണിടുക. അപ്പോഴും നമ്മൾ പണ്ണുമ്പോൾ നമുക്ക് എന്നെ പറ്റും, നമ്മൾ യജമാനൻ ദാസൻ എന്ന് നമ്മൾ വിസാരിക്കാതെ, അതായത് നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ എന്ന് വിസാരിച്ച് അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക. അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്തിടുക, ദുഃഖത്തോടെ അല്ല. അത് നമ്മൾ ചിലരാണ് നമ്മൾ വേല പണ്ണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചീത്ത ചൊല്ലിക്കൊണ്ടേ വേല പണ്ണുന്ന ആൾക്കാരിരിക്കെ. ഇവനെ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ, അതാണ് ഇതാണ്, ഇവരിനൊക്കെ എന്നെ എപ്പടി വേല പണിപ്പിക്കുക. അത് അപ്പടിയൊന്നുമല്ല. നീ ഏകാഗ്രമായിട്ട് ആരെ നിനക്ക് വിസാരിക്കണം? ആണ്ടവരായ യേശുക്രിസ്തുവിനെ വിസാരിച്ചു കഴിഞ്ഞാൽ, ആണ്ടവരെ യേശുക്രിസ്തുവിനെ പണ്ണുന്ന പോലെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ എന്നാ പണ്ണും? അവന് നന്മ തന്നെ നീ പണ്ണും. அதுதான் நீங்கள் சொல்லுது. நீ அவரோட என்ன சொல்லுது, ஏகாகிரதையோட பயத்தோடும் விரையிலோடும் அவரோடு, அதாவது ஆண்டவராய் இயேசு கிறிஸ்துவோட எப்படி பயத்தோடும் விரையிலோடும் கூட നമ്മൾ பேசுதோ, അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പക്കത്ത് നമ്മൾ எப்படி ഭയത്തോടും വിരലോടെ കാര്യങ്ങൾ ചെയ്യുമോ അതേ മാത്രമേ ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ ലോകത്തിൽ ഇപ്പം ദാസന്മാരില്ല, അല്ലെങ്കിൽ അടിമകൾ ഇല്ല. ഇന്നത്തെ കാലത്തിൽ അതായത് നമ്മൾ വേലയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്നാ പറ്റും, അങ്ങ് യജമാനനിരിക്കെ നമ്മൾ വേലക്കാർ. അവർ നമുക്ക് വേല തന്നിരിക്കെ നമ്മൾ അവരുടെ ശമ്പളം പറ്റാൻ വേണ്ടി മറ്റുമല്ല നമ്മളവിടെ ഇരിക്കേണ്ടത്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്നാ പറയണം, നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ആണ്ടവർക്ക് ചെയ്യുന്ന മാതിരി നീ അവരോട് ചെയ്യണം. അതായത് നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് പണ്ണുന്ന മാതിരി നമ്മൾ പണ്ണണം. നമ്മൾ அப்படி സ്വന്തമായിട്ട് പണ്ണുന്ന മാതിരി പണ്ണുമ്പോൾ നമ്മൾ എന്നാ പറ്റും, നമ്മൾ ടൈം നമ്മൾ വേസ്റ്റ് പണ്ണാതെ അവർക്ക് നമ്മൾ നമുക്ക് അവർക്ക് പ്രോഫിറ്റ് கிடைക്കുന്നത് നമുക്ക് കഴിക്കും, അതൊക്കെ അവർക്ക് ലാഭം കഴിക്കും, നമുക്ക് ലാഭം കഴിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പണ്ണുമ്പോൾ എന്നാ പറ്റും, നമ്മൾ ശരിയായി പണിടും. നമ്മൾ വിചാരിക്കണം, ഇത് ശരിതാ, എനിക്ക് ഇതുകൊണ്ട് ലാഭം വന്നാൽ ആർക്കും ലാഭം വന്നിടും? യജമാന ലാഭം. അതല്ല നീ വിചാരിക്കേണ്ടത്. നീ എന്നെ വിചാരിക്കണം. നീ വിചാരിക്കേണ്ടത് എന്നാൽ ഞാൻ എൻ്റെ ആണ്ടവരായ യേശു ക്രിസ്തുവിന് വേണ്ടി പണ്ണുക, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പണ്ണുക. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എങ്കിരിക്കെ നിന്റെ ഉള്ളിൽ വാസം. അത് യേശു ക്രിസ്തു, അത് പരിശുദ്ധ ആത്മി എங்கே വസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മൾ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന് നമുക്ക് പണ്ണുന്ന മാതിരി, അതായത് അത് നമ്മുടെ ഓൺ ബിസിനസ് എന്ന മാതിരി നമ്മൾ പണ്ണുവാന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പണ്ണും? നമ്മൾ വിശ്വാസത്തോടെ. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയത്തോടും വിരലോടും, അതായത് ഞാൻ തപ്പ് പണിക്കഴിഞ്ഞാൽ ഇതിന് നഷ്ടം വരും. അപ്പോഴേ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്നാ? ആർക്ക് നഷ്ടം? എനിക്ക് തന്നെ നഷ്ടം. அப்படி നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഭയത്തോടു കൂടെ നമ്മൾ പണ്ണുമ്പോൾ എന്നാ പറ്റും? ആ യജമാനൻ, നീ വിചാരിക്കും യജമാനൻ ഒന്നും പാക്കാതെ നീ ചെയ്യുന്ന വേല അവൻ എപ്പോഴും നോക്കി. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് പാർത്തിടാം. എന്നാ നമുക്ക് ഇന്ന ലോകത്തിൽ എല്ലാ വേല ഇടത്തും CCTV ഇരിക്കുക. അവർ നിന്നെ പാത്തുകൊണ്ടേയിരിക്കെ. നീ വിചാരിക്കാതെ, നീ നിന്നെ പാക്കാതെ. നേരത്തെ CCTV കിടക്കാതെ അന്ന് ആണ്ടവർ തന്നെ നമുക്ക് പാക്കാം. അതുകൊണ്ട് ആണ്ടവരെ ഭയം നമുക്ക്. ഇന്ന് നമ്മൾ വിചാരിക്കണം, ആ CCTVയിലേക്ക് യജമാനൻ നമ്മൾ വേല ചെയ്യുന്നത് അവൻ പാക്കും. അവൻ നമ്മുടെ ഓരോ വ്യക്തികളുടെയും യജമാനന്മാർ എന്നാ പണ്ണും? അവരുടെ വേല പാക്കും. അന്നേരം അപ്പടി വരുമ്പോൾ നിനക്ക് ലാഭം കഴിക്കും, നിനക്ക് വേലയ്ക്ക് നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അല്ലെങ്കിൽ നിനക്ക് പെരിയ പൊസിഷൻ നൽകിയിടും, അല്ലെങ്കിൽ നിനക്ക് ശമ്പളം കൂട്ടിയിടും, അല്ലെങ്കിൽ നിന്നോട് അവർ നേസം കാണിച്ചിടും. നിനക്ക് എന്താ ചിത്തമാണെന്നുള്ളത് നീ ചൊല്ലാതെ അവർ ചെയ്തിടും. അതുകൊണ്ട് നമുക്ക് എന്നാ பண்ணணும்? നമ്മൾ എങ്ക വേല பண்ணுவ പരവായില്ല. നമ്മൾ അത് ഹിന്ദു ആണെങ്കിലും അത് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ജാതി ഏത് മതം എന്ന് നിനക്കാതെ
அல்ல ஞான் ஆண்டவர் கிறிஸ்டியன் வேலையை பண்ணுவாங்க அங்கே மட்டும் நான் செய்தால் போதும். அப்படியல்ல ஆண்டவர். அது ஜடத்திலே மனுஷன், அது லோகத்திலே மനുഷ്യൻ എന്ന് சொல்லாൽ നമ്മൾ ഈ ലോകത്തിലെ ഏത് മനുഷ്യനും ഏത് ജാതി ആണെങ്കിലും ഏത് മതമായാലും ഏത് രാജ്യക്കാരായാലും ആരായാലും നമുക്ക് പർവായില്ല. നമ്മൾ അവരോട് നമ്മൾ അവരുടെ വേല പണ്ണുമ്പോൾ നമ്മൾ എന്നാ പണണം? നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ അവർക്ക് ചിത്തമായ രീതിയിൽ അവർക്ക് ലാഭം കിടക്കുന്ന മാതിരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വന്നിരിക്കുന്ന 8 മണിക്കൂർ നമുക്ക് 8 മണിക്കൂർ വേല പണുമ്പോൾ അത് 8 മണിക്കൂർ നമുക്ക് വേണ്ടി വേല പണുക എന്ന് വിചാരിച്ച് നമ്മൾ വേല പണുവാന്നുണ്ടെങ്കിൽ നമ്മൾ ടയേർഡാവാതെ നമുക്ക് ഒരു രീതിയിൽ നമ്മൾ എന്നാ ടയർക്ക് നമ്മൾ കവലപ്പെടാതെ അല്ലെങ്കിൽ നമുക്ക് ദുഃഖം വരാതെ ദുഃഖം വരാതെ നമ്മൾ അവർക്ക് പണുവാന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭം കിടക്കും, നമുക്ക് ലാഭം കിടക്കും. ഇങ്ങനെ അതിനെപ്പറ്റി ചൊല്ലിയില്ല. ഞാൻ എൻ്റെ വനത്തിൽ നിന്ന് ചൊല്ലുക. അതുകൊണ്ട് നമ്മൾ എന്നാ പണണം? അവർ നമ്മളെ പാക്കും. അതുകൊണ്ട് ഭയത്തോടും വരലോടും നമ്മൾ തപ്പുകൊണ്ടുവാണെങ്കിൽ അവൻ പണുവാണെങ്കിൽ അവൻ പാത്തിലൊന്ന് എന്നെ പണിട്ടും നാളേക്ക് നിനക്ക് വേല കിടക്കാതെ അവൻ ചൊല്ലിടും, ഓക്കെ നീ പോയിടും, എനിക്ക് നിൻ്റെ വേല വേണ്ട. അതുകൊണ്ട് നീ എന്നാ பண்ணணும்? നീ ഭയത്തോടെ നീ ஆண்டவராக இயேசு கிறிஸ்துவுக்கு பண்ணுന്ന மாதிரி நீ வேலை பண்ணிடும். ಅಂದರೆ இங்கே நம்ம பார்த்திங்க, നമ്മൾ இங்கே சரிதான், ഇங்கே ഇന്ന് നമ്മൾ അടിമയല്ല, നമുക്ക് യജമാനില്ല. പക്ഷെ നമ്മൾ എങ്ക വേലയ്ക്ക് പോയാലും അവർ യജമാനൻ, നമ്മൾ അടിമ. അവർ യജമാനൻ, നമ്മൾ ദാസൻ. അവർ യജമാനൻ, നമ്മൾ അവരുടെ വേലക്കാരൻ. അവർ യജമാനൻ, നമ്മൾ നേരത്തെ വാസിച്ച നമ്മൾ കൂട്ടുവേലക്കാർ. നമ്മൾ കൂട്ടുവേലക്കാരൻ. ആണ്ടവരുമായിട്ട് നമ്മൾ റിലേഷനില്ല, നമ്മൾ കൂട്ടുവേലക്കാർ. അതായത് ആണ്ടവർക്ക് പണിത മാതിരി നമ്മൾ അവർക്ക് പണിടുകയെന്നുണ്ടെങ്കിൽ ആണ്ടവർ നിനക്ക് പ്രതിഫലം അവർ തന്നാലും ഇല്ലെങ്കിൽ നീ അതേപ്പറ്റി കവലപ്പെടേണ്ട. നിനക്ക് എന്നെ തന്നു, നിനക്ക് കിടക്കുന്ന നിന്നെ ജോലിക്ക് വെച്ചത് ഇന്ന ശമ്പളത്തിന് വെച്ചത്, നിനക്ക് തേവപ്പെടുന്ന ശമ്പളം തന്നെ അവർ തന്നത്. നിനക്ക് അത് തേവയില്ലെങ്കിൽ നീ എടുക്കണ്ട. നീ ആ വേല എടുത്തപ്പോൾ നിനക്ക് തന്ന ആ വേലയ്ക്ക് നീ അതിനെ ചിത്തമായ രീതിയിൽ നീ വേല പണുവെന്നുണ്ടെങ്കിൽ എന്നാ പറ്റും? ആണ്ടോർ നിന്നെ അനുഗ്രഹിച്ചിടും. ആരനുഗ്രഹിച്ചിടും? ആണ്ടോർ നിന്നെ അനുഗ്രഹിച്ചു. ആണ്ടോർ മറ്റുമല്ല, യജമാനും നിന്നെ പാക്കും, അവനും നിന്നെ അനുഗ്രഹിച്ചിടും. അവൻ നിനക്ക് വേണ്ടിയതെല്ലാം തരും. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാഴ്ച ഞാൻ ആണ്ടവരുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വാസിച്ച കാര്യം നമ്മൾ യജമാനും ദാസനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടത്. നമ്മൾ എപ്പടി വേണം യജമാനോട് പേഷ്യൻ്റ്, എപ്പടി വേണം യജമാനോട് നമ്മൾ പെരുമാറേണ്ടത് നമ്മൾ പാത്താച്ച്. നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ അവരെ സേവിക്കണം. കാരണം ആണ്ടോർ നമ്മുടെ ഉള്ളിലേക്ക്, ആണ്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയത്തോടും വിറയലോടും, അതായത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പണ്ണുമ്പോൾ ആണ്ടവർ നമ്മളെ അനുഗ്രഹിച്ചിടും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെ പാക്കലാം. ആമീൻ.